എല്ലാവർക്കും പ്രിയസ് കുക്കിംഗ് വേളിലേക്ക് സ്വാഗതം. ഞാനിന്ന് കുക്കർ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ഇടാമെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു റെസിപ്പിയാണ് ഇന്ന് കാണാൻ പോണത്. പുറമെ നല്ല ക്രിസ്പായിട്ടും എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് നന്നായി വെന്തിട്ടുള്ള മസാലയൊക്കെ നല്ലോണം കോട്ടായിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പെട്ടെന്ന് പോകും. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പിക്കായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കറിക്ക് അരിയുന്ന പീസാക്കിയിട്ടാണ് മേടിച്ചിട്ടുള്ളത്. ഇങ്ങനെയാവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ, പിന്നെ മസാലയും നന്നായിട്ട് കോട്ടായിട്ട് വരും. ഇനി അതവിടെ ഇരിക്കട്ടെ, നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അരമുറി ചെറുനാരങ്ങ നീര് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ ഈ ഒരു 1 കിലോൻ്റെ ചിക്കനൊക്കെയാണ് ഈ ഒരു അളവ് കേട്ടോ. ഇനി ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയും 1 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ പീസ് ഇഞ്ചി കഷ്ണം അതുപോലെ ചെറിയതാക്കിയിട്ട് അരിഞ്ഞിട്ടൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. അതല്ല നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 3/4 ടീസ്പൂൺ എടുക്കാം. ഇതിന് പകരം ഫ്രഷായിട്ട് ചതയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എന്ന് മാത്രം. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചെറുനാരങ്ങ നീരിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ഇറച്ചിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ബൈൻഡിങ് കിട്ടാനായിട്ടാണ്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അത് ഹാർഡായി പോവാതിരിക്കാനായിട്ട് നമുക്ക് മുട്ടയുടെ വെള്ളം ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ അങ്ങനെ വെള്ളം ചേർക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ജ്യൂസി ആയിട്ടിരിക്കും. അതിലേക്ക് ഓയിൽ അധികം കുടിക്കില്ല നമ്മുടെ ചിക്കൻ ഫ്രൈയിലേക്ക്. പിന്നെ ആ ഒരു ബൈൻഡിങ് നല്ലൊരു കോട്ടിങ് ആയിരിക്കും ഈ ചിക്കൻ ഫ്രൈ മസാലയ്ക്ക്. ഉള്ളിലേക്ക് എണ്ണ കടത്തൂല്ല. പിന്നെ അതുപോലെ ഉള്ളിലുള്ള ചിക്കൻ്റെ ആ ഒരു ജ്യൂസി ടെക്സ്ചറൊക്കെ അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതിലൊരു കാര്യം ഞാൻ കാണിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാനായിട്ട് മറക്കരുത് കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടുന്ന ഒരു സാധനമാണ് അത്, മറക്കാണ്ട് ചേർക്കുക. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം കേട്ടോ. നല്ലാണ്ട് ടൈറ്റായിട്ട് തോന്നി, അപ്പോൾ ഇത്തിരി വെള്ളം മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടയും കോൺഫ്ലോറും കൂടിയിട്ടുള്ള ഒരു മിക്സ് നല്ലൊരു മിക്സാണ് കേട്ടോ. നല്ല പുറമേ നല്ല ക്രിസ്പായിട്ടിരിക്കുകയും ചെയ്യും, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രൈ ചെയ്യുമ്പോഴാണ് കേട്ടോ. അതിന് മുന്നേ മസാല ആദ്യം ഒന്ന് നമ്മുടെ ചിക്കൻ പീസസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം ഓരോ പീസ് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നില്ലേന്നൊന്ന് കോട്ടിങ് നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ലെമൺ ജ്യൂസൊക്കെ അതിലേക്ക് ഇങ്ങനെ നന്നായിട്ട് ഇറങ്ങുന്ന രീതിയിൽ തന്നെ എല്ലായിടത്തും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിങ്ങനെ ഒരു 30 മിനിറ്റ് ഇങ്ങനെ വെക്കണം കേട്ടോ. അങ്ങനെ വെച്ചാലാണ് അതിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചൊന്ന് സെറ്റാവാനുണ്ട്. അങ്ങനെ സെറ്റായതിന് ശേഷം ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ഓയിലിൽ മറ്റേ നമ്മൾ സാധാരണ പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റും കാണാനും ഭംഗിയും ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ. ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാവണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഈ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വേർതിരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് തന്നെ ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഒന്ന് ഈ 10 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നിട്ട് അടിഭാഗം ഒട്ടി പിടിച്ചിട്ടില്ലല്ലോ എന്നൊന്ന് കയ്യിലുകൊണ്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി, അടർത്തി കൊടുത്താൽ മതി. ഒട്ടിപ്പിടിക്കില്ല, കാരണം ഇത് മുട്ട നമ്മൾ ചേർത്ത കാരണം അത് നല്ല ഭംഗിയായിട്ട് ഇങ്ങോട്ട് വിട്ടു പോന്നോളും. എന്നാലും അതൊന്ന് വിടിയിപ്പിച്ച് കൊടുത്തോളൂ അഥവാ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഭാഗം ഒന്ന് ചെറുതായിട്ട് കരിയും. അപ്പോൾ അതുകൊണ്ടാണ്. എന്നിട്ട് ഇത് അതുപോലെ ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പിയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അത് കാണിച്ചു തരട്ടെ. അതിൻ്റെ മസാലയൊക്കെ നല്ലതായിട്ട് കോട്ടായി വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ 2ാമത്തെ ബാച്ചും അങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. കണ്ട എല്ലാം ഓരോ പീസിലും നന്നായിട്ട് മസാലയൊക്കെ കോട്ടായി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് മൊരിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉള്ളിൽ നല്ലതായിട്ട് വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിട്ടുള്ളൊരു ചിക്കൻ ഒരു ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.